നരേന്ദ്രമോദി സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബിൽ അഥവാ നാരി ശക്തി വന്ദൻ അധിനിയം ഭാരതീയ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഭരണഘടനാപരമായ ഇടപെടലുകളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നു. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സീറ്റുകൾ ഉറപ്പാക്കുന്ന ഈ നിയമം വെറുമൊരു രാഷ്ട്രീയ പരിഷ്കാരം മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ അധികാരഘടനയിൽ സ്ത്രീകളെ സമാന പങ്കാളികളാക്കാനുള്ള വലിയൊരു ചരിത്ര നടപടിയാണ്. പരിശോധിക്കാം വിശദമായി. ഞാൻ ഗ്രീഷ്മ. സ്വാതന്ത്ര്യത്തിന് ശേഷം നിരവധി പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഭാരതത്തിലെ നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ പരിമിതമാണ്. ലോക്സഭയിലും ഭൂരിഭാഗം നിയമസഭകളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം ആകെ അംഗസംഖ്യയുടെ 15% താഴെ മാത്രമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും 1/3 സ്ഥാനം ഉറപ്പാക്കുന്ന വനിതാ സംവരണ ബില്ല് ഭാരതീയ ജനാധിപത്യത്തിന്റെ പുതിയ അധ്യായമായി മാറുന്നു. സ്ത്രീകളുടെ കഴിവും നേതൃശേഷിയും രാഷ്ട്രീയ രംഗത്ത് അത്രത്തോളം തന്നെ ശക്തമാണെന്ന തിരിച്ചറിവോടെയാണ് BJP സർക്കാർ ഈ നിയമത്തെ മുന്നോട്ട് വെച്ചത്. സ്ത്രീകളുടെ കരുത്തും ആത്മവിശ്വാസവും രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് അനിവാര്യമാണെന്ന തിരിച്ചറിവിലാണ് ഈ ബില്ല് രൂപം കൊണ്ടത്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തിയതു മുതൽ സ്ത്രീകളെ കേന്ദ്രബിന്ദു ആക്കി നിരവധി പദ്ധതികളും നിയമപരിഷ്കാരങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. മുസ്ലിം സ്ത്രീകളെ വർഷങ്ങളായി പീഡിപ്പിച്ചിരുന്ന മുത്തലാഖ് സമ്പ്രദായം നിയമവിരുദ്ധമാക്കിയതിലൂടെ സ്ത്രീകളുടെ സാമൂഹിക നീതിക്കും മാനവിക അവകാശങ്ങൾക്കും വലിയൊരു സംരക്ഷണം ലഭിച്ചു. ഒരു വാക്കിൽ വിവാഹബന്ധം അവസാനിപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് ആയിരക്കണക്കിന് സ്ത്രീകളെ ഈ തീരുമാനം സുരക്ഷിതരാക്കി. ലിംഗസമത്വത്തിന്റെ ദിശയിലെടുത്ത ഏറ്റവും ശക്തമായ തീരുമാനങ്ങളിലൊന്നായി പലരും ഇതിനെ കണക്കാക്കുന്നു. സ്ത്രീകൾക്കായി നടപ്പാക്കിയ പ്രധാന പദ്ധതികളിലൊന്നായിരുന്നു ഉജ്ജ്വല പദ്ധതി. ഇതിലൂടെ കോടിക്കണക്കിന് സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷനുകൾ നൽകി. സ്ത്രീകളുടെ ആരോഗ്യവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്ന വികസനമാണ് ഈ പദ്ധതി ഉറപ്പാക്കിയത്. സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ വീടുകളിൽ ശുചിമുറികൾ നിർമ്മിച്ചു നൽകിയതും സ്ത്രീകളുടെ സുരക്ഷയിലും അന്തസ്സിലും വലിയ മാറ്റമുണ്ടാക്കി. വീടുകളിൽ ശുചിമുറികൾ ലഭിച്ചതോടെ സ്ത്രീകൾക്ക് കൂടുതൽ മാന്യതയും ആത്മവിശ്വാസവും ലഭിച്ചു. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്ക് ഇത് വലിയൊരു മാറ്റമായി. മുദ്രാ വായ്പാ പദ്ധതി ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് സ്വന്തം സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരം നൽകി. ഈ പദ്ധതിയിലൂടെ അനുവദിച്ച വായ്പകളിൽ ഭൂരിഭാഗവും സ്ത്രീ സംരംഭകർക്കാണ് ലഭിച്ചത്. ചെറുകിട വ്യാപാരങ്ങൾ, തയ്യൽ യൂണിറ്റുകൾ, ഭക്ഷ്യ സംസ്കരണ കേന്ദ്രങ്ങൾ, ഓൺലൈൻ സംരംഭങ്ങൾ, സ്വയം തൊഴിൽ പദ്ധതികൾ എന്നിവ തുടങ്ങാൻ സ്ത്രീകൾക്ക് ഇതുവഴി സാധിച്ചു. കുടുംബത്തിന്റെ വരുമാനത്തിൽ സ്ത്രീകൾ പങ്കാളികളാകുമ്പോൾ സമൂഹത്തിന്റെ സാമ്പത്തിക ഘടന തന്നെ ശക്തമാകുന്നു എന്നതാണ് ഇതിലൂടെ തെളിയുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സുരക്ഷയ്ക്കും വലിയ പ്രാധാന്യം നൽകി. പെൺകുഞ്ഞിനെ ഒരു മാതൃകയായി കാണുന്ന സമൂഹത്തിന്റെ മനോഭാവം മാറി. അവരെ പഠിപ്പിക്കുകയും വളർത്തുകയും ചെയ്യേണ്ടവരാണെന്ന ബോധം സമൂഹത്തിൽ വളർത്താൻ ഈ പദ്ധതി സഹായിച്ചു. ഇതോടൊപ്പം സായുധ സേനകളിലും സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്ന ചരിത്രപരമായ തീരുമാനങ്ങളും കേന്ദ്ര സർക്കാർ എടുത്തു. സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ചു. സൈന്യത്തിലെ സ്ഥിരം കമ്മീഷൻ, നാവികസേന, വ്യോമസേന, അതിർത്തി രക്ഷാസേന തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കി. ഭാരതത്തിന്റെ പ്രതിരോധ രംഗത്ത് സ്ത്രീകൾക്ക് കൂടുതൽ കരുത്താർജിക്കാൻ കഴിഞ്ഞു. ഇത്തരത്തിൽ സ്ത്രീകളുടെ സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ, തൊഴിൽ മേഖലകളിലെ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയതിനു ശേഷം ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തും അവർക്ക് സമാന സ്ഥാനം ഉറപ്പാക്കുകയാണ് വനിതാ സംവരണ ബിൽ ചെയ്യുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് നൽകിയ സംവരണം ഇതിനകം തന്നെ മികച്ച ഫലങ്ങൾ നൽകിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും സ്ത്രീകൾ മികച്ച നേതൃപാടവം തെളിയിച്ചു. കുടിവെള്ളം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ്, ലൈറ്റ്, ശുചിത്വം തുടങ്ങിയ ജനജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്ത്രീ ജനപ്രതിനിധികൾ കൂടുതൽ ശ്രദ്ധ നൽകിയതായി പല പഠനങ്ങളും വ്യക്തമാക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായോ വാർഡ് മെമ്പറായോ പ്രവർത്തിച്ച നിരവധി സ്ത്രീകൾ പിന്നീട് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും നേതാക്കളായി വളർന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും കൂടുതൽ വനിതാ നേതാക്കൾ ഉയർന്നു വരാൻ ഈ നിയമം വഴിയൊരുക്കും. സ്ത്രീകളെ വെറും വോട്ട് ബാങ്കുകളായി മാത്രം കാണുന്ന രാഷ്ട്രീയ രീതിയിൽ നിന്നുള്ള മാറ്റമാണ് വനിതാ സംവരണ ബില്ല്. സ്ത്രീകളെ നയരൂപീകരണത്തിന്റെ ഭാഗമാക്കുകയാണ് ഈ നിയമം ചെയ്യുന്നത്. ഇതിലൂടെ സ്ത്രീകളുടെ ശബ്ദം നിയമസഭകളിലും പാർലമെന്റിലും കൂടുതൽ ശക്തമായി ഉയരും. അതേസമയം ഈ ബില്ല് പൂർണ്ണമായും നടപ്പാക്കുന്നതിനായി ചില ഭരണഘടനാപരവും സാങ്കേതികവുമായ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്.
സെൻസസും മണ്ഡല പുനർനിർണയവും പൂർത്തിയായ ശേഷം മാത്രമേ സംവരണം പ്രാബല്യത്തിൽ വരൂ. അതിനാൽ ഈ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ്. വൈകുന്നതോടെ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവസരവും വൈകും. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ പ്രക്രിയ വേഗത്തിലാക്കേണ്ടതുണ്ട്. കേരളത്തിൽ പോലും രാഷ്ട്രീയ പാർട്ടികൾ സ്ത്രീകൾക്ക് വേണ്ടത്ര അവസരം നൽകിയിട്ടില്ല എന്ന വിമർശനം വ്യാപകമാണ്. പതിറ്റാണ്ടുകളായി മാറി മാറി ഭരിച്ച മുന്നണികൾക്ക് ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രിയെ പോലും കേരളത്തിൽ നൽകാൻ കഴിഞ്ഞിട്ടില്ല. വനിതാ പ്രവർത്തകർ എല്ലാ പാർട്ടികളിലും ഉണ്ടായിരുന്നുവെങ്കിലും അവർക്ക് ഉയർന്ന സ്ഥാനങ്ങളിലേക്കുള്ള അവസരം വളരെ കുറവായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വനിതാ സംവരണ ബില്ല് വലിയ പ്രതീക്ഷ സൃഷ്ടിക്കുന്നത്. പ്രസംഗങ്ങളിൽ സ്ത്രീ ശാക്തീകരണം പറയുന്നതിന് പകരം അവർക്ക് നിയമപരമായി അധികാരം ഉറപ്പാക്കുകയാണ് ഈ ബില്ല് ചെയ്യുന്നത്. ഭാരതം ഒരു വികസിത രാഷ്ട്രമാകണമെങ്കിൽ സ്ത്രീകളുടെ പങ്കാളിത്തമില്ലാതെ അത് സാധ്യമല്ല. വനിതാ സംവരണ ബിൽ ഒരു നിയമപരിഷ്കാരം മാത്രമല്ല, അത് ഭാരതീയ ജനാധിപത്യത്തെ കൂടുതൽ സമഗ്രവും സമത്വപരവും ആയതാക്കുന്ന വിപ്ലവകരമായ ചുവടുവയ്പ്പാണ്. സ്ത്രീകളുടെ ശബ്ദം കൂടുതൽ ശക്തമായി ഉയരും. പുതിയ തലമുറയിലെ വനിതാ നേതാക്കൾ ഉയർത്തെഴുന്നേൽക്കും. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന വേദികളിൽ സ്ത്രീകൾ തുല്യമായി സാന്നിധ്യം ഉറപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിന് തുടക്കമാവുകയും ചെയ്യും.